back awareness. VBS 2K26 Day main theme ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക. Stand firm in Christ. Day 1. ഒന്നാം ദിവസം അച്ഛൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ VBS ആരംഭിച്ചു. പാട്ടൊക്കെ പഠിച്ചു. ഇതിനൊക്കെ മുന്നേ ഞാനും ബിജി ചേച്ചിയും കൂടി ഇങ്ങനെ ഇരിക്കാം. ഞങ്ങൾ വലിയ പ്ലാൻ ഇരിക്കുക. നടുക്കൊരു കൊച്ചിനെ പിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിലാണ്. ഞങ്ങൾ ഇതൊക്കെ ഭയങ്കര പതുക്കെയാണ് പറയുന്നത്, ആരും കേൾക്കാത്ത രീതിയിൽ. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ ലീഡർ ചേച്ചിക്ക് നല്ല കേൾവിശക്തിയാണ്. നല്ലതാണ് ഞങ്ങൾ അറിയുന്നത്. ചേച്ചി അത് കേൾക്കുകയും ചെയ്തു. ഞങ്ങളെ രണ്ട് ടീമിലും ആക്കി, രണ്ട് ടീമിൻ്റെ ലീഡർമാരും ആക്കി. ബിജി ചേച്ചിയുടെ ടീമിൻ്റെ പേര് ടീം ഷൗ, എൻ്റെ ടീമിൻ്റെ പേര് ടീം ഡാവി. അങ്ങനെ നമ്മുടെ പുരുഷന്മാരുടെ പള്ളിക്കാർക്കും കൈവിനിക പള്ളിക്കാർക്കും നല്ല പഞ്ചായത്തി ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ബ്രേക്കിനൊക്കെ വിടും കേട്ടോ. കറക്റ്റ് സമയം പിള്ളേർ വിശന്നിരിക്കാതെ നമ്മൾ ബ്രേക്കിനൊക്കെ വിടും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ വന്ന് ഡേ 1 ഞങ്ങൾ പഠിച്ചിട്ടേയും സ്റ്റാൻഡ് ഫോം ഇൻ ക്രൈസ്റ്റ്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ ഗെയിം ഒന്നും വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഗെയിം ഒന്നും കളിച്ചില്ല. അങ്ങനെ ഒന്നാം ദിവസം അവസാനിച്ചു. രണ്ടാം ദിവസം ഞങ്ങൾ എൻജോയ്മെൻറ്റ് ഡേ ആയിട്ടും ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിട്ടും ആഘോഷിച്ചു. പാട്ടൊക്കെ പഠിച്ചു. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്കിന് പോയി. ബ്രേക്കിന് പോയപ്പോൾ ഇന്നലെ ഡേ 1 പബ്സും സ്ക്വാഷും ആയിരുന്നു കേട്ടോ. ഡേ 2 വന്നപ്പോഴും പബ്സും സ്ക്വാഷും. നിങ്ങൾ ഇന്നലെ തന്നെ ഇന്നും, ഇന്നലെ പബ്സ് ഇന്നും പബ്സ്, ഇന്നലെ സ്ക്വാഷ് ഇന്നും സ്ക്വാഷ്. അങ്ങനെ ഞങ്ങളത് എടുത്തോണ്ട് പോയി. ഞങ്ങൾ എന്നും കഴിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് പോയി നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ സെലിറ്റേച്ചി അവിടെ വന്നിട്ട് പറയാം, എൻ്റെ പള്ളിയിൽ ഇന്നലെ മീട്രോളായിരുന്നു എന്തോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആ മീട്രോളിനെ മനസ്സിൽ വിചാരിച്ചു ഞങ്ങൾ ആ പബ്സ് അങ്ങ് നിന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നാളെ വെറൈറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ ഉറപ്പിച്ചോ 2 ദിവസമല്ല പബ്സ്, കുഴപ്പമില്ല, നാളെ എന്തായാലും വെറൈറ്റി കാണാം നിങ്ങൾ വിചാരിച്ചു. അങ്ങനെ തിരിച്ച് ബ്രേക്കൊക്കെ കഴിഞ്ഞ് കയറി വന്നു. ഞങ്ങൾ അന്നേ ദിവസം പഠിച്ച തീം വെല്ലുവിളികളുടെ മധ്യേ ഉറച്ചു നിൽക്കുക, സ്റ്റാൻഡ് ഫോം ഇൻ അമിഡ്സ്റ്റ് ചാലഞ്ചസ്. അത് കഴിഞ്ഞാൽ ഞങ്ങളൊരു ഗെയിമൊക്കെ കളിച്ചു. പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചു. ടീം ദാവീദ് അതിൽ പൂർണ്ണമായിട്ട് തോറ്റു. ടീം ഷൗ അതിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഡേ 3 അസംബ്ലിക്ക് ഞങ്ങളെല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. ഉറക്കം മുദ്രാവാക്യമൊക്കെ വിളിച്ചു. നല്ലായിരുന്നു. അന്നേ ദിവസം ഞങ്ങൾ ക്രിയേറ്റീവ് ഡേ ആയിട്ടും അവയർനെസ് ഡേ ആയിട്ടും ആഘോഷിച്ചു. ക്രിയേറ്റീവ് ഡേ അവയർനെസ് ഡേ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അസംബ്ലി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു സോങ് ഒക്കെ പാടി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും എനർജിയൊക്കെ പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ സെലിറ്റേച്ചി ചോദിച്ചു, എനർജിയൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു. എന്നിട്ട് ചേച്ചി ഞങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാം കണ്ണടച്ചിട്ട് ചേച്ചി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു പബ്സ് ഉണ്ടെന്ന് വിചാരിച്ചു അതങ്ങ് തിന്നു. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വന്നത് ഡേ 1 പബ്സ്, ഡേ 2 പബ്സ്, ഡേ 3 വന്നപ്പോൾ ഇൻവിസിബിൾ പബ്സ്. കുഴപ്പമില്ല, ബ്രേക്ക് വരുമ്പോൾ താഴെ ചെല്ലുമ്പോൾ വെറൈറ്റി ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ബ്രേക്കിന് താഴോട്ട് ഇറങ്ങി പോയി. താഴെ ചെന്നപ്പം വെറൈറ്റി ഉണ്ടായിരുന്നു. സ്ക്വാഷ് മാറ്റി ടാഗ് ആക്കിയിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ വെറൈറ്റി ഇല്ല. ഫുഡിൻ്റെ കാര്യത്തിൽ വെറൈറ്റി ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. പബ്സിൻ്റെ 3 തരം വെറൈറ്റി ഉണ്ട്. മുട്ട പബ്സ്, ചിക്കൻ പബ്സ്, മീറ്റ് പബ്സ്, എല്ലാ പബ്സിൻ്റെ 3 തരം വെറൈറ്റി ഉണ്ട്. അതൊക്കെ കഴിച്ച് നിങ്ങളിങ്ങനെ കയറി വരുമോ? കയറി വന്ന് ഒരു ഗെയിം കളിക്കാമെന്ന് ചോദിച്ചു പറഞ്ഞു. ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി ഇങ്ങനെ ബൈബിൾ ഹണ്ടാണ് ഡേ 3 ഞങ്ങൾ കളിച്ചിരിക്കുന്നത്. അതിനകത്ത് ബൈബിൾ ഹണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ബൈബിളിലെ ഒരു വാക്യം തരും. ആ വാക്യത്തിൽ ഒരു സാധനത്തിൻ്റെ പേരുണ്ടാവും. അത് ലീഡർമാരോട് വന്ന് പറയും. ലീഡർ ചെന്ന് ഓടിച്ചെന്ന് സാധനം എടുത്തുകൊണ്ട് വരും. 2 ടീമിലെ ലീഡർമാരോട് നിൽപ്പുണ്ട്. ഓക്കെ, അങ്ങനെ എന്നോട് ടീം ദാവീദിൻ്റെ ലീഡറായ എന്നോട് വന്ന് പറയുക. എൻ്റെ ടീം മെമ്പേഴ്സ് വന്ന് പറഞ്ഞു, ചേച്ചി പോയി ഓടിച്ചെന്ന് മീൻ എടുത്തുകൊണ്ട് വരാൻ. ഞാൻ അല്ലെങ്കിൽ പള്ളിയിൽ ഞാൻ എവിടെ നിന്ന് പച്ചമീൻ എടുത്തുകൊണ്ട് വരാനാണ്. അങ്ങനെ ആദ്യം എൻ്റെ മനസ്സിലത് കൊച്ചമ്മയോട് ചോദിച്ചിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് മീൻ എടുക്കൊണ്ട് ഓടിച്ചെന്ന് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പത്തേന് എന്ത് ചെയ്യാനാ, ടീം ഷൗവിൻ്റെ ലീഡറാണ് ഒരു ചെടി കൊണ്ടുവച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്നോട് ഈ പിള്ളേർ പറഞ്ഞു മീൻ എടുത്തുകൊണ്ട് വരാൻ, ചേച്ചി എന്തിനാ ഈ ചെടി എടുത്തുകൊണ്ട് വന്നേ? അപ്പം എന്നോട് പറയാം, മോനെ സസ്യങ്ങളെന്ന് പറഞ്ഞാൽ മീനല്ല ചെടിയാണ്. അങ്ങനെ എൻ്റെ ടീമിൻ്റെ ബുദ്ധി ആലോചിച്ച് ഒരു നിമിഷം ഞാൻ സ്തംഭിച്ച്, സസ്യങ്ങൾ മീനാകുള്ളൂ, ഈ പള്ളിയിൽ പോയി മീൻ എടുത്തോണ്ട് വരും. അതൊക്കെ കഴിഞ്ഞ് ആ മീനിൻ്റെ ബുദ്ധി കൊണ്ട് ദാവീദ് ആ ദിവസത്തെ ഗെയിമിൽ തോറ്റു. അത് കഴിഞ്ഞ് അവയർനെസ് മെച്ചൊക്കെ എടുത്ത് ആ ദിവസം അവസാനിച്ചു. ഡേ 4 അസംബ്ലിയൊക്കെ ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ക്ലാസ്സിലൊക്കെ പോയി. ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്കിന് ബസ്സെല്ലാം മാറ്റി പിടിച്ച് സമൂസയായി കേട്ടോ. അത് കഴിഞ്ഞ്
പള്ളി കാണാനില്ല. നിങ്ങൾ നോക്കുക അച്ഛൻ എന്തിയെ. അന്നേരം ഞങ്ങൾ ആലോചിച്ച് ഇന്നലെ ഞങ്ങളെ സസ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മീനെന്ന് പറഞ്ഞ ബുദ്ധി കാരണം അച്ഛൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നത് ഞങ്ങൾ ഓർക്കുന്നു. അതുകൊണ്ടായിരിക്കാം പിറ്റേ ദിവസം പള്ളി വരുന്നത്. എങ്കിലും കൊച്ചമ്മയോടെ ഞങ്ങൾക്ക് പിള്ളേർക്ക് ഇച്ചിരി അസൂയ തോന്നുമെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, കൊച്ചമ്മ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഡാൻസും പാട്ടും എല്ലാം. പിന്നെ ലാസ്റ്റ് ഡേ വന്നപ്പോൾ VBSന്റെ ഞങ്ങളുടെ റാലിക്ക് അച്ഛൻ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. മുദ്രാവാക്യമൊക്കെ വിളിച്ച് നല്ല അടിപൊളിയായിരുന്നു. പിള്ളേരെ കണ്ട് എനർജറ്റിക് ആയിരുന്നു. അന്നേ ദിവസം ഞങ്ങൾ പഠിച്ച ടീം പ്രതിബന്ധത്തിൽ ഉറച്ചു നിൽക്കുക, സ്റ്റാൻഡ് ഫോർ ഇൻ കമ്മിറ്റ്മെന്റ്. അന്ന് ഞങ്ങൾ 2 ടീമാണ് പഠിച്ചത്. വേറൊരു ടീം സംതൃപ്തിയോടെ ഉറച്ചു നിൽക്കുക, സ്റ്റാൻഡ് ഫോർ വിത്ത് കണ്ടെയ്ൻമെന്റ്. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസത്തെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കുരിശിനിമല പള്ളിക്കാർക്കും കരിമറ്റിക്കൽ പള്ളിക്കാർക്കും പഞ്ചായത്തി ഇച്ചിരി കൂടുതലാണ്. കറക്റ്റ് സമയം ഞങ്ങൾ ബ്രേക്കിന് വിടുമല്ലോ. അന്നേ ദിവസം പഞ്ചായത്ത് കുറച്ചുകൂടെ കൂടുതലായിരുന്നു തോന്നുന്നു. എന്നും 12:15 വീട്ടിൽ വരുന്നു. ഞങ്ങൾ അന്ന് 11:15 വീട്ടിൽ വന്നു. അങ്ങനെ ഡേ 5 അസംബ്ലി ഉണ്ടായിരുന്നു. സോങ്ങൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ 2ാമത്തെ സോങ് ആയപ്പോൾ പിന്നെ സ്റ്റെലിൻ ചേച്ചി ചോദിച്ചു, ടീം ദാവീദിന് എനർജി ഉണ്ട്. ഞങ്ങൾ പണ്ടേ എനർജിക്കാരാണല്ലോ, ഞങ്ങൾക്ക് എനർജി ഉണ്ട്. അത് കഴിഞ്ഞ് ഷൗലിനോട് ചോദിച്ചു എനർജി ഉണ്ട്. അവരൊരു നിമിഷം മിണ്ടിയില്ല. അപ്പോൾ സ്റ്റെലിൻ ചേച്ചി പറഞ്ഞു, നിങ്ങൾ കണ്ണടക്കും. അപ്പം ശരിയായി, നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി ഗ്ലൂക്കോസ് വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ കുടിച്ചോളാം. ഗ്ലൂക്കോസ് വെള്ളമല്ലേ, ഇൻവിസിബിൾ ആയതുകൊണ്ട് ഞങ്ങൾ കുടിച്ചു. പക്ഷേ ഗ്ലൂക്കോസ് സീക്രട്ട് ഓഫ് മൈ എനർജി എന്നാണല്ലോ, അതുപോലെ തന്നെ ഇൻവിസിബിൾ ഗ്ലൂക്കോസ് ഇസ് യുവർ എനർജി എന്ന് പറഞ്ഞ് അവരതങ്ങ് കുടിച്ചു കഴിഞ്ഞ് നല്ല എനർജറ്റിക് ആയിട്ട് പാട്ടൊക്കെ പാടി വന്നു. അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക് വന്നപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഡേ 4 വരെ നമ്മുടെ വോളണ്ടിയർ സദസ്യന്മാരാണ് ജ്യൂസൊക്കെ കലക്കിയതും എല്ലാം ടാങ്കൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു അഭിപ്രായം വന്നു, പഞ്ചസാര അവർ ആ ടാങ്കിൽ ഇടുന്നില്ല, പക്ഷെ എന്നിട്ടും അതിന് പഞ്ചസാര ഉണ്ട് എന്നൊരു അഭിപ്രായം. അപ്പോൾ ടീച്ചേഴ്സ് വിലയിരുത്തി ഡേ 5 ഇന്ന് ഞങ്ങൾ ജ്യൂസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ടീച്ചർമാർ ജ്യൂസൊക്കെ ഉണ്ടാക്കി. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പഞ്ചസാരയൊക്കെ വൃത്തിയായിരുന്നു. പക്ഷെ കുറച്ച് വെള്ളം കൂടി പോയി കുറച്ച് പൊടി കുറയുന്നു, അത്ര സംഭവിച്ചോളൂ, കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ കുടിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു, ബൈബിൾ കേസ്. അതിൽ ഡേ 4 വരെ ദാവീദ് തോറ്റിരുന്നു. അതിൽ മാത്രം ദാവീദ് ഞങ്ങൾ ഒറ്റ ഗെയിമിലെങ്കിലും ജയിച്ചെന്ന് അഭിമാനത്തോടെ പറയാനുള്ളത്. പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് തേണ്ട കിടക്കുന്ന അന്ന് ഒരു ഗെയിം കൂടെ ഉണ്ട്, അതിലാണ് ദാവീദ് തോക്കുകയും ചെയ്തത്. അതെന്ന് പറയുമ്പോൾ ആൽഫബറ്റ്, അതായത് A തൊട്ട് Z വരെയുള്ള ലെറ്റേഴ്സിനകത്ത് ആദ്യം A തുടങ്ങുന്ന ഏതെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് വരും, അങ്ങനെ Z വരും. അങ്ങനെ ടീം ദാവീദ് എല്ലാം എടുത്തുകൊണ്ട് വരും. അവസാനം വന്നപ്പോൾ എന്നിന് സാധനമൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ ഡോഡയായിട്ട് സ്വന്തം നഖമാണ് ഞങ്ങൾക്ക് പറിച്ചത്. അതായത് എന്തെന്ന് പറയുമ്പോൾ നീലല്ല ആണല്ലോ, അപ്പം നഖം വരെ ഞങ്ങൾക്ക് പറിച്ചത്. അപ്പം ഞങ്ങളുടെ ടീം എന്തായാലും തോറ്റു. ഡോഡയായിട്ട് വിഷമിക്കില്ല, 2-3 ദിവസം കഴിയുമ്പോൾ ആ നഖം ഒന്ന് വളരും, പേടിക്കണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസത്തെ VBS അവസാനിച്ചു. ഡേ 6 VBS സൺഡേ. അന്ന് പുതുശ്ശേരിമല പള്ളിക്കാരും കരിമറ്റിക്കൽ പള്ളിക്കാരും ഞങ്ങൾ കരിമറ്റിക്കൽ പള്ളിയിൽ വന്ന് VBS സൺഡേ ആഘോഷിക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, കരിമറ്റിക്കൽ പള്ളിക്കാരെല്ലാം ഉണ്ടായിരുന്നു. പുതുശ്ശേരിമല പള്ളിക്കാരെ ആരെയാ വഴിക്കോട്ടേ കണ്ടില്ല കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, കരിമറ്റിക്കൽ പള്ളിക്കാരെ എനർജിയോടെ തീം സോങ് നല്ലൊരു ആക്ഷൻ സോങ് ഒക്കെ കളിച്ചു. പിന്നെ കൃപാനയുടെ ഇടയ്ക്ക് നമ്മൾ ഈ തീമൊന്നും പഠിപ്പിക്കുന്നത് ശരിയല്ലോ, അതുകൊണ്ട് സ്റ്റെലിൻ ചേച്ചി പിറ്റേ ദിവസം അതിന് മുമ്പത്തെ ദിവസം 2 തീം കൂട്ടിയാണ് പഠിപ്പിച്ചത്. അങ്ങനെ ഡേയ്സ് അസംബ്ലി ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഞങ്ങളൊന്നും പഠിപ്പിച്ചില്ല കേട്ടോ, ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. അപ്പം കുറേ ഡാൻസ് ഒക്കെ ഞങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ ഡാൻസും ഞങ്ങൾ കളിച്ചു നോക്കി. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞങ്ങൾ ഇൻസ്പെക്ഷൻ ഡേ, ഡെഡിക്കേഷൻ ഡേ, താങ്ക്സ് ഗിവിംഗ് ഡേ, ലവ് ഫീസ്റ്റ് എല്ലാം ഒരുമിച്ചാണ് ആഘോഷിച്ചത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ വന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഡെഡിക്കേഷൻ്റെ ഒരു പാട്ടൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ഡേ 5 നമ്മൾ ടീച്ചേഴ്സ് ആ ജ്യൂസ് ഉണ്ടാക്കിയത്. ഡേ 6 VBS സൺഡേ ആയിട്ട് ജ്യൂസ് ഒന്നുമില്ലായിരുന്നു. ഡേ 7 ആയപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ടീച്ചേഴ്സ് തന്നെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാണ്, കുറച്ച് പൊടി കുറഞ്ഞു പോയതുകൊണ്ടും കുറച്ച് വെള്ളം കൂടിപ്പോയതുകൊണ്ടും ആയിരിക്കാം വോളണ്ടിയർ സദസ്യന്മാരാണ്
സ്നേഹപരമായിട്ട് ആഘോഷിച്ചത് കൊണ്ട് തന്നെ സ്നേഹപരം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം നല്ലൊരു വൈബാകുന്നത്. അച്ഛനും കൊച്ചമ്മയും ലീഡർ ചേച്ചിയും ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് അതൊക്കെ ഒരു രസമാണ്. നമ്മളിങ്ങനെ ഒരു കുടുംബം പോലെ ടീച്ചേഴ്സ് എല്ലാം കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ നല്ലൊരു രസമാണ്. അത് കഴിഞ്ഞ് ഡേ 8, അതായത് ഇന്ന് രാവിലെ ഞങ്ങൾ എല്ലാവരും പള്ളി വന്ന് നേരെ ഞങ്ങൾ റാലിക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അസംബ്ലി ഒന്നുമില്ലായിരുന്നു, റാലിക്ക് ഇറങ്ങിയപ്പോൾ ഫുള്ള് എല്ലാവരും ഭയങ്കര എനർജറ്റിക്കാണ്. പക്ഷെ ഒരു മുദ്രാവാക്യം തന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. മാറ്റി വിളിക്കണോ വേണ്ടേ, എന്തോ ഒരു കൺഫ്യൂഷൻ പോലെ. എന്തായാലും കുഴപ്പമില്ല, അങ്ങ് വിളിച്ച് ഞങ്ങൾ ആ റാലി അങ്ങ് പൂർത്തിയാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് കയറി വന്നപ്പം നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു ജ്യൂസ്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളിങ്ങനെ റാലിക്ക് കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ചു കയറി വന്നപ്പോൾ ടീച്ചർമാർ പറയാം, പപ്സ് ഉണ്ട് താഴെ പോയി കഴിക്കുന്നു. പപ്സോ 3, 4, 5 5-ാം ദിവസമായി. കുഴപ്പമില്ല, നിങ്ങൾ നിന്ന് പപ്സ് കഴിച്ചു. പിന്നെ ഇതുവരെ നടത്തിയ എല്ലാ പ്രോഗ്രാംസും നല്ലതായിരുന്നു. പിന്നെ എല്ലാവരോടും ഉള്ള താങ്ക് യു പറയുന്നു. നല്ല വീഡിയോസ് ആയിരുന്നു ഈ വർഷത്തെ, നല്ല സൂപ്പറും നല്ല എനർജറ്റിക് ആയിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ന്യൂസ് പറഞ്ഞു കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ആരെന്നെ കൊല്ലുണ്ട്, ജീവനോടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം താങ്ക് യു.